ഹലോ എവരി വൺ, വെൽക്കം ടു ഐലൺ ഐ എസ് ഡെയിലി ന്യൂസ് അനാലിസിസ്. ഐഡി തന്നെ നമ്മൾ ഇന്ന് ജൂൺ 4 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നോക്കുന്നത്. ഇന്ന് പ്രധാനമായി നമ്മൾ 6 ആർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ട്. 3 എഡിറ്റോറിയലാണ് വരുന്നത്, ബാക്കി 3 എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾസാണ് വരുന്നത്. അപ്പം ബ്രീഫ് ഓവർ നോക്കിയ ശേഷം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ എഡിറ്റോറിയലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ മ്യാൻമാർ ആൻഡ് ഷിഫ്റ്റിംഗ് ബാലൻസ്. ഓക്കെ, വെച്ചാൽ റീസെൻ്റ്ലി മ്യാൻമാറിൻ്റെ ഹെഡ് ഓഫ് ഗവൺമെൻറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ. അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻ മുമ്പോട്ട് പോയിട്ടുണ്ട്, ന്യൂസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇന്ത്യ മ്യാൻമാർ റിലേഷൻസിലൊരു കൺസേൺസ്, ചലഞ്ചുകൾ, സൊല്യൂഷനും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പ്രിസർവിങ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ജുഡീഷ്യറിയിലൂടെ കോർട്ടിലെ റെക്കോർഡ്സ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി പബ്ലിക് അവൈലബിൾ ആയി മാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റൈറ്റ് ടു പ്രൈവസി അല്ലേ, ഇപ്പോൾ ഒരാളുടെ ഇൻഫർമേഷൻ എത്രയും മാത്രം പുറത്തുണ്ടാകാൻ പാടില്ല, ഒരു കൺട്രോൾ ഉണ്ടാകാൻ പറ്റുമോ. സെയിം ടൈം ഓപ്പൺ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൻ്റെ ഈ ജസ്റ്റിസിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വിസിബിൾ ആകേണ്ടതല്ലേ. ആ ഒരു കൺസേണിൽ ഒരു റൈറ്റ് ടു ബി ഫോർഗോട്ടൻ ആ ഒരു ടെൻഷൻസ് ആണ് ആക്ച്വലി ഡൽഹി ഹൈക്കോർട്ടിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ രീതിയിൽ കാര്യം സംസാരിക്കുന്നുണ്ട്, സെയിം ടൈം ഒരു സൊല്യൂഷനോട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി ബേസ് ആൻഡ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമ്മുടെ റീസെൻ്റ്ലി ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ പുതിയ ബേസ് ഫോമിൽ ഒരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഡാറ്റ വാങ്ങിച്ചിട്ടുണ്ട്. അത് റിലേറ്റഡ് എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിലെ ഗ്രോത്ത് കാര്യങ്ങൾ, പല സെക്ടേഴ്സിലുള്ള മാറ്റങ്ങൾ, അതൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി ആഫ്റ്റർ മാവോയിസം നെക്സ്റ്റ് ബാറ്റിൽ ഈസ് ഫോർ ആദിവാസി ട്രസ്റ്റ്. ഓക്കെ, പക്ഷേ ഇപ്പം ആദിവാസി ഒരുപാട് പേര് ട്രൈബ്സ് ഒരുപാട് രീതിയിൽ മാവോയിസ്റ്റ് അഫക്റ്റഡ് റീജിയൻസുകൾ താമസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഹോം മിനിസ്റ്റർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവോയിസ്റ്റ് ഫ്രീ ആയി നമ്മൾ സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ട്രസ്റ്റ് റീഗെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഡെവലപ്മെൻറ്റിലൊക്കെ കൊണ്ടുവന്ന് പോയാൽ മാത്രമാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ മാവോയിസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ ടോട്ടലി കംപ്ലീറ്റ് മാറുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റിൽ പറയുന്ന എഡിറ്റോറിയൽ ഇത് വരുന്നത്, ഓപ്പൺ എഡിറ്റോറിയൽ ഇപ്പോൾ നോക്കാം. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി ഹൗ ഇന്ത്യ സ്കെയർഡ് സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി ഫ്രം 2016 to 2025. ഓക്കെ, ഇപ്പം ഒരുപാട് സ്റ്റാർട്ടപ്പ് സ്കീമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഒക്കെ, അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡാറ്റാസ് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന വെച്ചാൽ ലാസ്റ്റ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അറ്റ് 79 ഹൗ ഇറ്റ് റീഡ്രൂ ദ സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ, മൗണ്ട് ബാറ്റൻ പ്ലാനാണ് ആക്ച്വലി നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള ഈ 2 രാജ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പാർട്ടീഷന് ഒരുപാട് പങ്കുവഹിച്ചൊരു പ്ലാനാണ്. ഓക്കെ, അതിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ ആക്ച്വലി 1947 ജൂൺ 3 ഈ ഒരു മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നിട്ടുണ്ടായത്. അപ്പം അത് നോക്കുമ്പോഴാണ് ഇപ്പം ഒരു 79th ആനിവേഴ്സറി വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു കാര്യം പറയുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നും. ഫസ്റ്റ് പറഞ്ഞത് ഇന്ത്യ മ്യാൻമാർ ആൻഡ് ഷിഫ്റ്റിംഗ് ബാലൻസ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ GS2IR വരുന്ന കാര്യമാണ്. ഓക്കെ, ഇതിലിപ്പോൾ പറഞ്ഞു വെച്ചാൽ റീസെൻ്റ്ലി അവിടുത്തെ നമ്മുടെ മിൻ ഓങ് ഹ്ലിയാങ്. ഓക്കെ, ഒരു പ്രത്യേക പേരാണ്. ഓക്കെ, മ്യാൻമാർ നെയിമാണ്. ഓക്കെ, അവരടുത്ത ഇലക്ടഡ് പ്രസിഡൻ്റാണ് മ്യാൻമാറിൻ്റെ. ആള് ആക്ച്വലി സ്റ്റേറ്റ് വിസിറ്റിൻ്റെ പാർട്ടായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീസെൻ്റ്ലി അതിൻ്റെ രീതിയിൽ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു കൺസേണിലാണ് ആക്ച്വലി ഈ ഒരു ഇത് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് പറയുന്നത് ആക്ച്വലി മിൻ ഓങ് ഹ്ലിയാങ് വിസിറ്റ് ഫസ്റ്റ് ഓവർസീസ് ട്രിപ്പ് ആയിരുന്നു. സിൻസ് സ്റ്റേജ് മാനേജ്ഡ് ഇലക്ഷൻസ്. ഓക്കെ, 5 ഡേ വിസിറ്റ് ടു ഇന്ത്യ ആയിരുന്നു. ഈ സ്റ്റേജ് മാനേജ്ഡ് ഇലക്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ ഒരു കോണ്ടസ്റ്റ് പറഞ്ഞുതരാം. മ്യാൻമാറിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ മുമ്പൊക്കെ 2017 റോഹിംഗ്യ ഇതൊക്കെ രീതി സപ്രഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2021 ആക്ച്വലി ആ ഒരു മിലിറ്ററി ഇതായിട്ടുള്ള ജുന്ത ഗ്രൂപ്പാണ് ആക്ച്വലി അടുത്ത മ്യാൻമാറിൻ്റെ ഗവൺമെൻറ് പവർ എടുക്കുക ചെയ്തത്. ഓക്കെ, ആ രീതിയിൽ മുമ്പോട്ട് പോയത്. അപ്പോൾ അവിടെ തന്നെ ആങ് സാൻ സ്യൂകി എന്നുള്ള ആളെ ഹൗസ് അറസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി മ്യാൻമാറിൻ്റെ ഇഷ്യൂ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ആ ഒരു പിന്നീടാണ് ഇപ്പം റീസെൻ്റ്ലി സ്റ്റേജ് മാനേജ് ഇലക്ഷൻ എന്ന രീതിയിലേക്ക് അവരുടെ ഒരു പാർട്ടി ആയിട്ടുള്ള USDP. ഓക്കെ, യൂണിവേഴ്സൽ സോളിഡാരിറ്റി ഡെവലപ്മെൻറ്റ് പാർട്ടി, ആ രീതിയിൽ ജുണ്ട പ്രോക്സിയാണ് ആക്ച്വലി പൊളിറ്റിക്കൽ ലെവലിൽ ജുണ്ട പ്രോക്സിറ്റ് പവറാണ്. ഓക്കെ, ആ രീതിയിൽ അവർ പവറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടായതുകൊണ്ടാണ് ആക്ച്വലി ഡെമോക്രസി നോക്കുമ്പോൾ അത്രയും ഫെയർ ആയിട്ട് ഇലക്ഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ആക്ച്വലി സ്റ്റേജ് മാനേജ് ഇലക്ഷൻസ് എന്ന് പറയുന്ന കാരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ടുള്ള മിൻ ഓങ് ഹ്ലിയാങ് ആണ് ആക്ച്വലി റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ഓക്കെ, ഒരു കോൺസ്റ്റസ്റ്റ് കിട്ടിയത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആക്ച്വലി ഫസ്റ്റ് ഓവർസീസ് ട്രിപ്പാണ് സിൻസ് സ്റ്റേജ് മാനേജ് ഇലക്ഷൻസ്. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റാണ് ഇത് വരാൻ കാരണം. പിന്നെന്താ പറയുന്നത്, സിവിൽ വാർ ബാക്ക്ഡ്രോപ്പ്. ഓക്കെ, വെച്ചാൽ ജുണ്ട വേഴ്സസ് പ്രോ ഡെമോക്രസി ഫോഴ്സസ്, എത്നിക് മിലിഷ്യസ്. ഓക്കെ, ആ രീതിയിലൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത്, ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെയിം ടൈം നോക്കുമ്പോൾ ആക്ച്വലി ആ ഒരു നമ്മുടെ മ്യാൻമാറിൻ്റെ അർബൻ സെൻറ്റേഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ആക്ച്വലി ജുണ്ടയുടെ ഒരു പവർ നിലനിൽക്കുന്നത്.
സെയിം ടൈം ആ ഒരു വീക്ക് കൺട്രോൾ ആണ് ആക്ച്വലി എന്താ ഈ ബോർഡർ റീജിയൻസ് ഒക്കെ വരുമ്പോൾ അവർ കൺട്രോൾ ഇത്ര വീക്കാണ്. ഓക്കെ, ആ രീതിയിൽ കൺസേൺ നിലനിൽക്കുന്നുണ്ട്. അതവിടെ പറഞ്ഞു നോക്കാം. കാരണം സിവിൽ വാർ ബാക്ക്ഡ്രോപ്പ് രീതിയിൽ ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി നെയ്പിഡോ എന്താ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി മ്യാൻമറിന്റെ ക്യാപിറ്റലാണ്, 2005 തൊട്ട് ക്യാപിറ്റലാണ്. ഓക്കെ, ലോസ്റ്റ് മച്ച് ഓഫ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ലെജിറ്റിമസി. ഓക്കെ, എന്താ ദ പെർസെപ്ഷൻ ഓഫ് ലിറ്റിൽ ടു ഇംപ്രൂവ് വിത്ത് സ്റ്റേജ് മാനേജ് ഇലക്ഷൻസ്. ഓക്കെ, ദിസ് ഇയർ പ്രൊപ്പൽഡ് ദ USDP. ഇപ്പം അത് എന്താ ആ ഒരു രീതിയിൽ USDP പാർട്ടി വഴിയാണ് ആക്ച്വലി ഇവർ പവറിൽ വന്നിട്ടുണ്ടായത്. ഓക്കെ, ഇപ്പോൾ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, മൾട്ടി ഫ്രണ്ട് സിവിൽ വാർ ബിറ്റ്വീൻ ദ മിലിറ്ററി പ്രോ ഡെമോക്രസി ഫോഴ്സസ് ആൻഡ് എത്നിക് മിലിഷ്യാസ്. ഓക്കെ, ആ രീതിയിൽ കൺസേൺസ് മുമ്പോട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എന്താ ചൈനീസിന്റെ ഇൻഫ്ലുവൻസ് കൂടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചൈനീസിന് ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ എന്താ പ്രശ്നം, ചൈനീസ് അവിടെ ഒരു വാക്കം ഉണ്ടാവും, അത് ആക്ച്വലി അവർ എന്താ പറയുക ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും ഇന്ത്യ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആക്ച്വലി വെച്ചാൽ എന്താ പറയുക സൈഡ് ലൈനായി മാറുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൺസേണിലാണ് ആക്ച്വലി എന്താ നമ്മുടെ ഇവിടെ തന്നെ എന്താ പറയുന്നത് ഇന്ത്യ മ്യാൻമർ ആൻഡ് ഷിഫ്റ്റിംഗ് ബാലൻസ്. ഓക്കെ, ആ രീതിയിൽ ഡിപ്ലോമസി നോക്കുമ്പോൾ നമ്മളിവിടെ ബെറ്റർ ആയിട്ട് തന്നെ അവിടെ ആക്ട് ചെയ്തില്ല എങ്കിൽ പക്ഷെ എന്താ സംഭവിക്കുന്നുണ്ടാവുക, നമുക്ക് കൺസേൺസ് ഉണ്ടാവേണ്ടി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ ലൈക്ക് ഈ ഒരു കവേർഡ് ഓപ്പറേഷൻസ് അക്രോസ് സെക്യൂരിറ്റി, ട്രേഡ്, റെയർ എർത്ത് ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൂടെ. പിന്നെന്താ വെച്ചാൽ ലൈക്ക് 2 countries ഷെയർ 1600 കിലോമീറ്റർ ബോർഡർ ഉണ്ട് എന്താ നമ്മുടെ 2 രാജ്യങ്ങൾ തമ്മിൽ. അവിടെ തന്നെ മിലിറ്റൻസി, എത്നിക് ടൈസ്, കോൺസ്റ്റന്റ് ക്രോസ് ബോർഡർ മൂവ്മെന്റ്, ആ രീതിയിലൊക്കെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമ്പോഴെന്താ പ്രശ്നം വെച്ചാൽ എന്താ ഒരു സൈഡിൽ വൺ സൈഡ് സ്പിൽസ് ഓവർ ദ അതർ. ഓക്കെ, വെച്ചാൽ ഇപ്പം ഈ ബോർഡർ ഇഷ്യൂസ് പറയുമ്പോൾ അവിടെ മ്യാൻമറിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആക്ച്വലി നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ രാജ്യത്തിനെയും ബോർഡർ ഏരിയസിൽ ബാധിക്കുന്നുണ്ട്. സെയിം ടൈം വെച്ചാൽ ഇവിടെ നിന്ന് ആൾക്കാർ നമ്മുടെ മിസോറാം, മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലാണ് എന്താ അവിടുത്തെ മെയിൻ കമ്മ്യൂണിറ്റിയിൽ ചിൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ റെഫ്യൂജീസ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലൊക്കെ കൺസേൺസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതി കൊണ്ട് കൂടിയാണ് ആക്ച്വലി ഇന്ത്യക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് മ്യാൻമറിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല വേറെ കാര്യം വെച്ചാൽ മ്യാൻമർ ഓൾസോ സെർച്ച് ദ ലാൻഡ് ബ്രിഡ്ജ് അണ്ടർപിൻ ദി ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി. ഓക്കെ, ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാര്യം വെച്ചാൽ മ്യാൻമർ ആണ് ആക്ച്വലി കണക്ഷൻ ഒരു ഇതുപോലെ വരുന്നത്. ഓക്കെ, ഇന്ത്യൻ്റെ അവിടെ നിന്ന് ലൈക്ക് അതുപോലെ മ്യാൻമർ ആസിയാൻ രാജ്യമാണ്, ഒരു ഗേറ്റ് വേ ടു ആസിയ എന്ന് പറയുമ്പോൾ ആസിയൻ ഒരുപാട് കൺട്രികളുണ്ട്, അവിടെ ഒരു ഗേറ്റ് വേ പോലെ ആക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ആക്ച്വലി മ്യാൻമർ എന്നുള്ളത്. അതുകൊണ്ട് കൂടി ഒരുപാട് ഇമ്പോർട്ടൻസ് നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വെച്ചാൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കാലാഡൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, കാലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സിലിഗുരി കോറിഡോർ വഴിയാണ് ആക്ച്വലി ഇന്ത്യക്ക് മെയിൻലാൻഡ് വഴി നോർത്ത് ഈസ്റ്റേൺ റീജിയനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അഥവാ ഒരു ഇഷ്യൂ വന്നാൽ നമുക്ക് ഇങ്ങനെ മറ്റൊരു വേ കൂടി വേണമല്ലോ അല്ലേ നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഇതിലാണ് ആക്ച്വലി വെച്ചാൽ നമ്മൾ കൊൽക്കത്തയാണ് എങ്ങനെ പോകുന്നു, അവിടെ ഒരു മ്യാൻമറിലെ സിറ്റ്വേ പോർട്ട് വഴി ഈ ഐസോളിലേക്കുള്ളൊരു അങ്ങനെ രീതിയിൽ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി എന്താ കാലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ്. ഓക്കെ, ആ രീതിയിലൊക്കെ മ്യാൻമറിന് ഇമ്പോർട്ടൻസ് നമ്മുടെ രാജ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെന്താ പറയുക വെച്ചാൽ ആക്ച്വലി എന്താ ഈ ഒരു വെസ്റ്റിൻ്റെ രീതിയിലൊക്കെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചൈന ഹാസ് സ്റ്റഡിലി വൈഡൻ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് ത്രോൺ വെയിറ്റ് ബിഹൈൻഡ് ദ മിലിറ്ററി ലീഡർഷിപ്പ്. ഒക്കെ അതൊക്കെ കൊണ്ടുകൂടി ഈ ഒരു നോക്കുമ്പോഴെന്താ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രീതിയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഇന്ത്യ എന്താ ബാലൻസ് എൻഗേജ്മെന്റ് വിത്ത് നേപ്പിഡോ ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഹൂ കൺട്രോൾ സ്ട്രെച്ചസ് ഓഫ് ദ ബോർഡർ. ഓക്കെ, എങ്കിലും മാത്രമാണ് ആക്ച്വലി നമുക്ക് ബെറ്റർ ആയിട്ട് ഇവിടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് കുറച്ച് പോയിന്റ്സുകൾ. ലൈക്ക് ബോർഡർ സ്പിൽ ഓവർ നമ്മൾ പറഞ്ഞു, എത്രയാ 1600 കിലോമീറ്റർ ബോർഡർ വരുന്നുണ്ട്. അവിടെ തന്നെ എന്താ റെഫ്യൂജി ഇൻഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്, എസ്പെഷ്യലി ചിൻ കമ്മ്യൂണിറ്റി വൈസ് വരുന്നത്. അതെങ്ങോട്ടാണ് വരുന്നത്, മിസോറാം, മണിപ്പൂർ പോലെ നമ്മൾ ബോർഡർ ഏരിയാസ് വരുന്നത്. സെയിം ടൈം എന്താ മിലിറ്റൻസി, ടൈസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കൺസേൺ മാറിയിട്ടുണ്ട്. കൂടാതെ എന്താ പറയുക പ്രശ്നം വെച്ചാൽ ചൈനീസിൻ്റെ ഫുട് പ്രിൻ്റ് ആണ്. ഓക്കെ, വെസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുമ്പോഴെന്താ പ്രശ്നം, ചൈന അവിടെ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് കൂട്ടുന്നുണ്ടാവും. ആ രീതിയിൽ അവരെ കൺട്രോളിൽ മ്യാൻമറിന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു കൺസേൺ ആയി മാറുന്നുണ്ട്. ആ ഒരു രീതിയിൽ കൊണ്ടുകൂടെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഡിലേമ എന്താ വെച്ചാൽ മ്യാൻമർ എന്ന് വെച്ചാൽ ലാൻഡ് ബ്രിഡ്ജ് ഫോർ ആക്ട് ഈസ്റ്റ് പോളിസിയാണ്. സെയിം ടൈം എന്താ ഇന്ത്യ മസ്റ്റ് ബാലൻസ് എൻഗേജ്മെന്റ് വിത്ത് ജുണ്ട. ഓക്കെ, ചില അർബൻ സെന്റേഴ്സ്. ഓക്കെ, എങ്കിലും മാത്രമാണ് ഇപ്പം നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസി പറയുമ്പോൾ പല പ്രൊജക്റ്റുകൾക്കും രീതിയിലേക്ക് അതിൻ്റെ ഒരു ആ സെന്ററിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ആ രീതിയിൽ കൺസേൺ നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എന്താ ഹ്യൂമൻ റൈറ്റ് ഡയമെൻഷൻ പറയുമ്പോൾ പറയുന്നുണ്ട് ജുണ്ടാസ് റെക്കോർഡ് ഫോർ അട്രോസിറ്റീസ് എന്താ റോഹിംഗ്യ ആ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ ഇന്ത്യ മസ്റ്റ് എൻഗേജ് വിത്തൗട്ട് ലെജിറ്റിമൈസിങ് അബ്യൂസസ്. ഓക്കെ, വെച്ചാൽ
വളരെ ഡിപ്ലോമാറ്റിക്കലി ആയിട്ട് ഒരു ബാലൻസോട് കൂടി ഇതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് ഇതിലാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത്, ഇന്ത്യ മ്യാൻമർ ആൻഡ് ഷിഫ്റ്റിംഗ് ബാലൻസ്. ഓക്കെ, ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി UPSC 2026 പ്രിലിംസ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണക്ടിവിറ്റി പ്രോജക്ട്സ് ഈസ് ഓർ ആർ എ പാർട്ട് ഓഫ് കോപ്പറേഷൻ ഓക്കെ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ASEAN മെമ്പർ കൺട്രീസ്. ഓക്കെ, അതിൽ വരുമ്പോൾ ആക്ച്വലി എന്താ നമ്മുടെ ഒരു മ്യാൻമറിൻ്റെ റീജിയൻ കൂടി നോക്കുമ്പോൾ കൺസേൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാട്ടൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റും പിന്നെന്താ ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ആ രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2 ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആക്ച്വലി വെച്ചാൽ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് GS3 ഇന്ത്യൻ എക്കണോമി വരുന്ന കാര്യമാണ് എന്താ ബേസ് ആൻഡ് ഫ്രെയിം വർക്ക്. ഓക്കെ, ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഫണ്ടമെന്റൽസ് ഹാവ് റിമെയിൻഡ് റെസിലിയൻറ്റ് ബട്ട് ആർ നോട്ട് ബ്രോഡ് ബേസ്ഡ്. ഓക്കെ, ഇതെന്താ കാര്യം വെച്ചാൽ ലൈക്ക് റീസെൻ്റ്ലി എന്താ അവർ പറയുന്നുണ്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSPI ആണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ദ ലേറ്റസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ആ ഒരു ഇത് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പാർട്ടായിട്ട് വെച്ചാൽ അതെന്താ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ അളക്കാൻ പറ്റിയൊരു ഇതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് റിലീസ് അണ്ടർ ദ ന്യൂ ബേസ് ആണ്. ഓക്കെ, ബേസ് സീരീസ് പുതുക്കിയിട്ടുള്ളതിൻ്റെ ഫസ്റ്റ് റിലീസാണ് ഇപ്പം പുറത്തുവിട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ കാര്യം എന്നുള്ളത് റിപ്പോർട്ട്. ഓക്കെ, അത് ആക്ച്വലി വരുന്ന ബേസ് എത്രയാണ് 2022-23 രീതിയിലേക്കാണ് ബേസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ ആക്ച്വലി ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ എത്രയാണ് 4.9% ഗ്രൂ ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. ഓക്കെ, വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ 2025. ഓക്കെ, ഇപ്പം ഈ ഒരു ഏപ്രിൽ 26 ഇത് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 25 എത്രയാണ് അത് വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ 4.9% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലേക്കാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെന്താ പറയുന്നത്, അതുകൊണ്ട് തന്നെ എന്താ കാര്യം വെച്ചാൽ ഡെസ്പൈറ്റ് ഈ വെസ്റ്റ് ഏഷ്യൻ്റെ ഇഷ്യൂസ്, ഈ ഒരു വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റുകൾ, ഓയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് കൂടെ നമ്മൾ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ ഫണ്ടമെന്റൽസ് ഹാവ് റിമൈൻഡ് റിലേറ്റീവ്ലി റെസിലിയൻറ്റ് ഡെസ്പൈറ്റ് ഡിസ്ട്രപ്ഷൻസ് ടു ഗ്ലോബൽ ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ചെയിൻസ്. ഓക്കെ, ആ രീതിയിലുള്ള ഇത് കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചും കൂടി കാര്യം പറയുമ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് നോക്കുമ്പോൾ കുറച്ചും കൂടി കാര്യം പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് നോക്കുമ്പോൾ എന്താ ഔട്ട്പുട്ട് എക്സ്പാൻഡഡ് ബൈ റോബസ്റ്റ് 16% ഇയർ ഓൺ ഇയർ ആ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സെയിം ടൈം വെച്ചാൽ കാര്യം വെച്ചാൽ റിഫ്ലക്ട് ഇൻ ദ കണ്ടിന്യൂയിങ് എഫർട്സ് ഓഫ് എലിവേറ്റഡ് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഒക്കെ കൊണ്ടും കൂടിയാണ് ആക്ച്വലി ആ രീതിയിൽ ക്യാപിറ്റൽ ഗുഡ്സിനകത്തുള്ള ഒരു ഗ്രോത്ത് ചൂണ്ടിക്കാണിക്കാൻ കാരണം. ഓക്കെ, കാരണം വെച്ചാൽ എന്താ ആക്ച്വലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആ സ്പെൻഡിങ് കൂടിയതുകൊണ്ട് കൂടിയാണ് ആക്ച്വലി ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിനകത്തുള്ള ഒരു 16% ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ കാര്യം പറയുന്നത് എന്താ ബൈ കോൺട്രാസ്റ്റ് എന്താ കൺസ്യൂമർ ഡ്യൂറബിൾസിനകത്ത് എത്രയാണ് ഔട്ട്പുട്ട് ഗ്രൂ ഓൺലി 4.3% മാത്രമേ ഉള്ളൂ. സെയിം ടൈം എന്താ കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസ് ആണെങ്കിൽ എന്താ ഒരു 2.8% കൂടി മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ കൺസേൺ വെച്ചാൽ കൺസ്യൂമറിന്റെ കൺസംഷൻ വഴി നോക്കുമ്പോൾ എന്താ അത് കുറവിനെ രേഖപ്പെടുത്തുന്നത്. സെയിം ടൈം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്കാണ് നോക്കുമ്പോൾ ആ സ്പെൻഡിങ് കൊണ്ടാണ് ആക്ച്വലി എന്താ ആ ഗ്രോത്ത് കുറച്ചുകൂടി കൂടാനുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുക വെച്ചാൽ റൈസിങ് ഫ്യൂവൽ ആൻഡ് എനർജി കോസ്റ്റസ്. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി മേ ബി എക്സേർട്ടിങ് പ്രഷർ ഓൺ ഹൗസ് ഹോൾഡ് കൺസംഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി എന്താ കൺസ്യൂമർ ഡ്യൂറബിൾസിനകത്തും കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസിനകത്തും ആക്ച്വലി എന്താ ആ ഒരു രീതിയിലേക്ക് ഗ്രോത്ത് 4.3% ആൻഡ് 2.8% റെസ്പെക്റ്റീവ്ലി നിലനിൽക്കാൻ കാരണം. ഓക്കെ, കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എന്താ നമ്മുടെ ഇവിടെ റിവൈസ്ഡ് ഇത് വന്നപ്പോൾ തന്നെ കുറച്ചും കൂടി ആ ഒരു സെക്ടേഴ്സിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ 4th മേജർ സെക്ടർ ആയിട്ട് കാര്യം വന്നു എന്താ വാട്ടർ സപ്ലൈ, സീവറേജ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ആ രീതിയിൽ പുതിയൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ വെയിറ്റ് 2.02% വരുന്നത്. ഓക്കെ, മുമ്പാണെങ്കിൽ ഇലക്ട്രിസിറ്റി കാറ്റഗറി ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിസിറ്റി കാറ്റഗറി എന്നുള്ളത് റീനെയിം ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് സപ്ലൈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വെയിറ്റ് ആണെങ്കിൽ 10.87% മാറിയിട്ടുണ്ട്. ഓക്കെ, ചെറു മുമ്പ് 7.99% ആയിരുന്നു, അത് ആക്ച്വലി 10.87% മാറിയിട്ടുണ്ട്. സെയിം ടൈം അത് ഇലക്ട്രിസിറ്റി എന്നുള്ളത് മാറ്റി ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് സപ്ലൈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടും കൂടിയുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക വെച്ചാൽ മാനുഫാക്ചറിങ് സ്റ്റിൽ എന്താ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്നുള്ളത് കമ്പോണന്റ് എന്നുള്ളത് ഇൻഡെക്സിന്റെ മാനുഫാക്ചറിങ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ച് ചെറിയ രീതിയിലേക്ക് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, പറയുന്നത് എന്താ മാർജിനലി എന്താ ഡിക്ലൈൻ ദ വെയിറ്റ് ടു 76.06%. മുമ്പ് എത്രയായിരുന്നു 77.63% ആയിരുന്നു. ഓക്കെ, ആ രീതിയിൽ ചെറിയൊരു റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ വെച്ചാൽ ഒരു നോട്ടബിൾ റിഡക്ഷൻ ഉണ്ടായത് എവിടെയാണെന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് മൈനിങ്. ഓക്കെ, മൈനിങ് ആൻഡ് കോറിങ്ങിന് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ആക്ച്വലി 11.05% മാറ്റിയിട്ടുണ്ട്. ഓക്കെ, മുമ്പ് എത്രയാണെന്ന് വെച്ചാൽ 14.37% ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നത് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് എന്താ കാണിക്കുന്നത്, ഇംപ്ലിക്കേഷൻ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ ആഡഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ആൻഡ് യൂട്ടിലിറ്റി സർവീസസ് ഇൻ ഗോജിങ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഹാസ് എക്സ്പാൻഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ പ്രൈമറി സോഴ്സ് എക്സ്ട്രാക്ഷൻ, അതുകൊണ്ടാണ് ആക്ച്വലി എന്താ വെയിറ്റ് ഓഫ് മൈനിങ്ങിൻ്റെ ഒക്കെ ആ ഒരു വെയിറ്റ് കുറയാൻ കാരണം. ഓക്കെ, ആ രീതിയിൽ അതിനകത്ത് നിന്ന് ഡിമിനിഷ് ചെയ്തുകൊണ്ട് തന്നെ ആക്ച്വലി എന്താ വാല്യൂ അഡീഷൻ, അതുപോലെ ആ ഒരു രീതിയിലേക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ, യൂട്ടിലിറ്റി സർവീസുകൾ, മാനുഫാക്ചറിങ് രീതിയിലേക്ക് ഒരു ഗ്ലോബൽ ഹബ്ബായി മാറാനുള്ള ഒരു ഇതിലേക്കാണ് നമ്മളത് കാണിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ നമ്മുടെ പറഞ്ഞു വെക്കുന്നത് എന്താ പിന്നെ പറയുന്നത്, ഇന്ത്യസ് എമർജൻസ് ആസ് എ കമ്പോണൻസ് ആൻഡ് വാല്യൂ ആഡഡ് മാനുഫാക്ചറിങ് ഹബ്ബ്. ഓക്കെ, ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. ഒക്കെ ആ രീതിയിലേക്ക് പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ എന്താ, മൂവ് ടുവേർഡ്സ് ചെയിൻ ലിങ്ക്ഡ് ഫ്രെയിംവർക്ക് വിത്ത് മോർ ഫ്രീക്വന്റ് അപ്ഡേറ്റ്സ് ടു സെക്ടറൽ വെയ്റ്റ്സ്. ഒക്കെ ആ രീതി നോക്കുമ്പോൾ ആക്ച്വലി റിവൈസ്ഡ് ആയിട്ട് വളരെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അത്രയും രീതിയിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലേക്കുള്ളൊരു ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുന്ന രീതിയിലേക്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ കുറച്ചൊരു പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താ നമ്മൾ പറഞ്ഞു, മോസ്പിന്റെ റിലീസ് ചെയ്യുന്ന ഏപ്രിൽ ഇതിൽ റിലീസ് ചെയ്തു. എന്താ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP എന്നുള്ളത് ഫസ്റ്റ് റിലീസ് അണ്ടർ ന്യൂ ബേസ്. നമ്മൾ പറഞ്ഞു ഇത്ര ന്യൂ ബേസ് 22-23 ഇതാണ് ന്യൂ ബേസ് വരുന്ന വർഷം. ഓക്കെ, പിന്നെന്താ പറഞ്ഞു വെച്ചാൽ 4.9% ഇയർ ഓൺ ഇയർ ആ രീതിയിൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ഡെസ്പൈറ്റ് ദ ഗ്ലോബൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടി ഉണ്ടായിട്ട് കൂടെ. പിന്നെ നമ്മൾ പറഞ്ഞ ഫ്രാഗ്മെന്റ് ഗ്രോത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സ് 16% കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൊണ്ടുള്ള രീതിയിലേക്കാണ് ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഒരു എന്താ പറയുക ആ ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ എന്താ, കൺസ്യൂമർ നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസിനകത്ത് 4.3% മാത്രമേ ഉള്ളൂ. സെയിം ടൈം നോൺ ഡ്യൂറബിൾസ് ആണെങ്കിൽ എന്താ 2.8% മാത്രമേ ഉള്ളൂ. കാര്യം വെച്ചാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എന്താ പ്രഷർ തന്നെയാണ്. ആക്ച്വലി വെച്ചാൽ ഈ ഒരു ഓയിലിന്റെ പ്രൈസും ആ ഒരു പ്രഷറൊക്കെ കൊണ്ടും കൂടിയാണ് ആക്ച്വലി എന്താ ആ ഒരു രീതിയിലേക്ക് അത് കുറയാനുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, ന്യൂ സെക്ടർ വന്നു, വാട്ടർ സപ്ലൈ, സീവറേജ്, വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ മറ്റുള്ള രീതിയിലേക്ക് ഏതൊക്കെയാണ് ഇതിന്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെന്താ പറഞ്ഞ ലാസ്റ്റ്, പ്രൈമറി റിസോഴ്സ് എക്സ്ട്രാക്ഷൻ അത് ഡിമിനിഷ് ചെയ്തു. പിന്നെന്താ, വാല്യൂ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ മാനുഫാക്ചറിങ് ഹബ്ബ് രീതിയിലേക്കുള്ള രീതിയിൽ ആ രീതിയിലേക്കാണ് നമ്മുടെ ഇന്ത്യ ഇൻഡസ്ട്രി രീതിയിൽ പ്രൊജക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചൊക്കെ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേക്സ് IIP ടൈംലി ഗോൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഒക്കെ വെച്ചാൽ ഈ ഒരു ഫ്രീക്വന്റ് വെയിറ്റ് അപ്ഡേറ്റ്സുകൾ, സ്ട്രക്ചർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ പ്രിസർവിങ് ദ റെക്കോർഡ്. ഓക്കെ, പൊളിറ്റി ഗവേണൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ എന്നുള്ളത് എന്താ പറയുന്നത്, ദ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ മസ്റ്റ് ബി സെറ്റ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, എന്താ ബേസിക് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് എന്താ ആൾക്കാരുടെ ഒരു കൺട്രോൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ ജസ്റ്റിസ് KS പുട്ടസ്വാമി ആ ഒരു കേസിന്റെ പാർട്ടായി സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പറയുന്നത് എന്താ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ദ റൈറ്റ് ടു ബി ഇൻഫർമേഷണൽ പ്രൈവസി ഇൻക്ലൂഡിംഗ് the ability to individuals to exercise some control over personal information about themselves. ഓക്കെ, ആ രീതിയിൽ ജസ്റ്റിസ് പുട്ടസ്വാമി കേസിനകത്ത് ആക്ച്വലി സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് റൈറ്റ് ടു പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പക്ഷെ വേറെ കാര്യം വെച്ചാൽ ഓപ്പൺ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ വിളിക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ എമംഗ് അതർ തിങ്സ് അലോസ് പബ്ലിക് സ്ക്രൂട്ടനി ഓഫ് കോർട്സ്. ഓക്കെ, ഫെസിലിറ്റേറ്റ് പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലോ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക ഒരു ജസ്റ്റിസിന്റെ പാർട്ടായിട്ട് കാര്യമാണ് ഓപ്പൺ ജസ്റ്റിസ് എന്നുള്ളത്. ആക്ച്വലി വെച്ചാൽ ഇപ്പം നമ്മുടെ പാർട്ടായിട്ട് ഇപ്പോൾ നോക്കുന്ന ജുഡീഷ്യറിയിൽ ഒരുപാട് ജഡ്ജ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കോർട്ട് കിട്ടുന്നതൊക്കെ ആക്ച്വലി ഇതിന്റെ പാർട്ടായിട്ട് കൂടിയാണ് എന്താ വരുന്നത്, ഓപ്പൺ ജസ്റ്റിസിന്റെ പാർട്ടായിട്ട് കൂടിയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വെച്ചാൽ ഈ ഒരു സം കൺട്രോൾ ഓവർ ദ എന്താ നമ്മുടെ ഒരു പറഞ്ഞു ലൈക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ സെയിം ടൈം ഈ ഒരു ഓപ്പൺ ജസ്റ്റിസ് നിലനിൽക്കുമ്പോൾ ഇത് ആക്ച്വലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ലേ, ആ രീതിയിലുള്ള ടെൻഷനാണ് ആക്ച്വലി ഇപ്പം റീസെൻ്റ്ലി എന്താ നമ്മുടെ ഒരു ഡൽഹി ഹൈക്കോർട്ടിൽ വന്നപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, പക്ഷെ നോക്കുമ്പോൾ എന്താ കാര്യം വെച്ചാൽ ലൈക്ക് ഇവിടെ പറയുന്നുണ്ട്, റൈറ്റ് ടു ബി ഫോർഗോട്ടൺ illustrates how these two principles can often sometimes like point in opposite directions. ആ കാണിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാര്യം വെച്ചാൽ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ആക്ച്വലി ഇത് യൂഷ്വലി റൈറ്റ് ടു ബി ഫോർഗോട്ടൺ റൈറ്റ് ഈസ് യൂഷ്വലി വെയ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ എന്താ ആക്ച്വലി എന്താ നമ്മൾ പറഞ്ഞു, ഷുഡ് അക്കോമഡേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പൺ ജസ്റ്റിസ് വിത്തൗട്ട് നെസസറിലി ബ്രീച്ചിങ് ദ ബൗണ്ട്സ് ഓഫ് ദ റൈറ്റ് ടു പ്രൈവസി. ഒക്കെ ആ രീതിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആ രീതിയിലേക്ക് വന്നിട്ടില്ല, നമുക്ക് മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ കാര്യം എന്ന് വെച്ചാൽ പറയുന്നുണ്ട് ലൈക്ക് ഡൽഹി ഹൈക്കോടതിയിലൊരു കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി എന്താ
ഡൽഹി ഹൈക്കോടതി ഓർഡറിൽ വന്നു മെയ് 29 എന്ന് പറഞ്ഞു വെച്ചാൽ ആക്ച്വലി ഇൻ ദ കൺസേൺ റൈറ്റ് ടു പ്രൈവസി ടു ഫോർഗോട്ടൺ ടെൻഷൻ ബിറ്റ്വീൻ പ്രൈവസി ആൻഡ് ഓപ്പൺ ജസ്റ്റിസ് വന്നിട്ടുള്ളതൊക്കെ. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഓപ്പൺ ജസ്റ്റിസ് എന്താ ട്രാൻസ്പെറൻസി സ്ക്രൂട്ടനി ആ രീതിയിലേക്ക് ജുഡീഷ്യൽ ആ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പ്രശ്നം വെച്ചാൽ എന്താ പ്രൈവസി പ്രിൻസിപ്പിൾ പറയുന്ന പ്രകാരം ഈ ഒരു ഇൻഫർമേഷണൽ പ്രൈവസി കൺട്രോൾ ഉണ്ടാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോർട്ട് എന്താ പറഞ്ഞു വെച്ചാൽ ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു വെച്ചാൽ ആക്ച്വലി ഹെൽത്ത് ഓപ്പൺ ജസ്റ്റിസ് ഡസ് നോട്ട് റിക്വയർ ഡിസ്കവറബിലിറ്റി ഓഫ് കേസ് ഓക്കെ ഡീറ്റെയിൽസ് വിയ അക്യൂസ്ഡ് നെയിം ഒബ്ഫ്യൂസ്കേഷൻ ജസ്റ്റിഫൈഡ് ടു പ്രൊട്ടക്ട് പ്രൈവസി. ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പം കാണുന്നില്ല ഇപ്പം കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓക്കെ അങ്ങനെയൊക്കെ പല കേസുകളിൽ നിയമങ്ങൾ കണ്ടോ. ഇപ്പം IR കോയില വേഴ്സസ് ഇത് അല്ലെങ്കിൽ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അങ്ങനെ പല കേസുകളിൽ നിയമങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഇവിടെ കോർട്ട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു പേര് എന്നുള്ള മാറ്റിയിട്ട് ഇപ്പം എക്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, എക്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ABC വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ രീതിയിൽ ഒബ്ഫ്യൂസ്കേഷൻ ഓഫ് നെയിംസ് ചെയ്തുകൊണ്ട് രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യം കോർട്ട് ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ ഇതെന്താ വെച്ചാൽ എന്താ ഡസ് നോട്ട് റിക്വയർ ഓപ്പൺ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ആ ഡിസ്കവറബിലിറ്റി ഓഫ് നെയിമൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയാണ് സ്റ്റാൻഡുകൾ ജുഡീഷ്യൽ പോസ്റ്റേഴ്സ് എടുത്തത് ആ രീതിയിലേക്ക് പോയാൽ മതിയ രീതിയിലേക്കാണ് ആക്ച്വലി കോർട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ പക്ഷെ ഇവിടെ നമ്മുടെ എഡിറ്റോറിയൽ കുറച്ചും കൂടി ക്രിറ്റിക്കലി കാണുന്നുണ്ട് അതിനെ. ഒരു കാര്യം പറഞ്ഞ വെച്ചാൽ എന്താ പ്രോബ്ലം ഈസ് ഇൻകംപ്ലീറ്റ്നെസ് ഓക്കെ നോട്ട് ഡിസ്കവറബിലിറ്റി. ഓക്കെ ഇവിടെ എന്താ ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോൾ ഒരാളുടെ പേര് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരെ ഇഷ്യൂ എന്താ ഓൾറെഡി അവർ അക്യൂസേഷൻസിൽ വരാൻ ഉണ്ടിട്ടുണ്ടല്ലോ. ആൾക്കാരുടെ പൊതുബോധത്തിൽ എന്താ ആൾക്കാരുടെ പേര് നോക്കുമ്പോൾ ആക്ച്വലി ഇയാളുടെ പേര് അക്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ പ്രശ്നം വെച്ചാൽ ഇയാളെ ഒരു കേസിൽ അയാളെ സോൾവ് ആക്കി വിടിച്ചിട്ടുണ്ടാവും. പക്ഷേ അയാളെ പേര് വരാതെ രീതിയിലേക്കാണ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി മുമ്പെയുള്ള അക്യൂസേഷൻ മാത്രമായിരിക്കും ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക ഇയാളെ കുറിച്ച്. ഓക്കെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ എന്താ പ്രോബ്ലം ഈസ് ഇൻകംപ്ലീറ്റ്നെസ് നോട്ട് ഡിസ്കവറബിലിറ്റി. ഓക്കെ കാര്യം വെച്ചാൽ എന്താ പറയുന്നത് അക്യൂസേഷൻസ് പെർസിസ്റ്റ് ഓൺലൈൻ വൈൽ അക്യൂറ്റൽസ് ഹിഡൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിസ്റ്റോർട്ട് പബ്ലിക് റെക്കോർഡായിരിക്കും നിലനിൽക്കുന്നുണ്ടാവും. ഓക്കെ ആ രീതിയിൽ കൺസേൺ നിലനിൽക്കുന്ന രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പറയുക വെച്ചാൽ എന്താ കമ്പാരിറ്റീവ് നമ്മൾ പറഞ്ഞു യൂറോപ്പിനെയും ഇന്ത്യനെയും കേസ് പറഞ്ഞു. ഓക്കെ അപ്പോൾ സൊല്യൂഷൻ ഇവിടെ പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ എൻഷുർ ഡിജിറ്റൽ അക്യുറസി. ഓക്കെ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രജിസ്ട്രീസ് മാൻഡേറ്റ് സെർച്ച് എൻജിൻസ് ടു റിഫ്രഷ് ഡാറ്റാബേസസ്. എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ കംപ്ലീറ്റ് കണ്ടസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പം ഡാറ്റാബേസുകളിൽ ജുഡീഷ്യൽ രീതിയിലെ കാര്യം വരുമ്പോൾ അത് ആക്ച്വലി റിഫ്രഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവണം. സെയിം ടൈം അതിന് ഫുള്ളി റെക്കോർഡ് ഒരു കോണ്ടസ്റ്റ് പോലെ ഫുള്ളി അവർക്ക് അവൈലബിൾ ആയിട്ട് കിടക്കണം ആവശ്യകതയുണ്ട്. സെയിം ടൈം വെച്ചാൽ മുമ്പ് ഒരു അക്യൂസേഷൻ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം. സെയിം ടൈം എന്താ അക്യൂറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് കണ്ടസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്കാണ് എഡിറ്റോറിയൽ സൊല്യൂഷനായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ ആ കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആക്ച്വലി ആ പ്രോബ്ലം ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ഉള്ളത് നമുക്ക് സോൾവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ആ രീതിയിലേക്കാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നുണ്ട് ആക്ച്വലി എന്താ GS2 സോഷ്യൽ ജസ്റ്റിസ് ഗവേണൻസ് വരുന്ന കാര്യമാണ്. എന്താ ആഫ്റ്റർ മാവോയിസം ദ നെക്സ്റ്റ് ബാറ്റിൽ ഈസ് ഫോർ ആദിവാസി ട്രസ്റ്റ്. ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ട് ലൈക്ക് May 19, 2026 നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ്. എന്താ ഇവിടെ ഛത്തീസ്ഗഡിൽ പ്രസ് കോൺഫറൻസ് പറഞ്ഞ കാര്യമാണ്. ആക്ച്വലി March 31 എന്താ നമ്മൾ വെൻ ഇന്ത്യ വാസ് ഒഫീഷ്യലി ഡിക്ലെയർഡ് മാവോയിസ്റ്റ് ഫ്രീ. ഓക്കെ ആ കാര്യം നമ്മൾ ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ പക്ഷെ വേറെ കാര്യം പറഞ്ഞാൽ വെച്ചാൽ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മാവോയിസം വുഡ് റിമെയിൻ ഇൻകംപ്ലീറ്റ് until every resident of Bastar is integrated into the mainstream. ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ശരിക്കും വെച്ചാൽ അവിടുത്തെ ആദിവാസി റീജിയനിലൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ എന്താ പറയുക മാറ്റി നിർത്തപ്പെടലുകൾ അല്ലേ ആ രീതിയിൽ അകത്തിലൊക്കെ കൊണ്ടും കൂടി ആക്ച്വലി എന്താ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാകലായി പോയി. ആ ഒരു വാക്വത്തിലാണ് ആക്ച്വലി മാവോയിസ്റ്റുകൾ പ്ലേ ചെയ്തിട്ട് പവർ എക്സേർട്ട് ചെയ്തിട്ട് അവരെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ നിന്നത്. ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ആക്ച്വലി ആ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനൊക്കെ നമ്മൾ മാറ്റി മാവോയിസ്റ്റ് ഫ്രീ ആക്കി മാറ്റി. പക്ഷെ പ്രശ്നം വെച്ചാൽ സ്റ്റിൽ നമ്മൾ അവിടെ അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നില്ല. ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകാൻ അവർക്ക് സാഹചര്യം സൃഷ്ടിച്ചില്ല എങ്കിൽ പ്രശ്നം സംഭവിക്കുന്നത് ആക്ച്വലി അവിടെ സ്റ്റിൽ ആ ഒരു മാവോയിസ്റ്റ് ഇത് എക്സൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും എന്താ പറയുക ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലേക്കാണ് ഇവിടെ പറഞ്ഞു വെച്ചാൽ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മാവോയിസം വുഡ് റിമെയിൻ ഇൻകംപ്ലീറ്റ് അൺടിൽ എവറി എന്താ റെസിഡന്റ് ഓഫ് ബസ്തർ ഈസ് ഇന്റഗ്രേറ്റഡ് ടു മെയിൻ സ്ട്രീം. ഓക്കെ ആ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താ ആഫ്റ്റർ മോസ്റ്റ് ദ നെക്സ്റ്റ് ബാറ്റിൽ ഈസ് ഫോർ ആദിവാസി ട്രസ്റ്റ്. ഓക്കെ ഇപ്പൊ ട്രസ്റ്റ് കാര്യം പറഞ്ഞപ്പോൾ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ വെറുതെ കിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താ അവരെ എന്താ പറയുക കേൾക്കാൻ പറ്റണം, അവരുടെ ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതൊക്കെ വരുമ്പോഴാണ് ആക്ച്വലി സംഭവിക്കുന്നത് അവരുടെ ട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് റെസ്പെക്ട് അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ആക്ച്വലി ട്രസ്റ്റ് അപ്പോഴും പ്രിസർവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് രണ്ട് കാര്യമുണ്ട്. എന്താ ഇവിടെ ഒരു പെസ ആക്ട് ഉണ്ടല്ലേ എന്ന് വെച്ചാൽ പഞ്ചായത്ത്
പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്. ഓക്കെ, 1996 പെസ് ആക്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാര്യം പറഞ്ഞു വെച്ചാൽ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻ ഓഫ് സിസ്റ്റം വാസ് ടു ബേസ്ഡ് ഓൺ 2 പാരലൽ ചാനൽസ്. എന്ന് വെച്ചാൽ ഒന്ന് എന്താ ഡെമോക്രാറ്റിക്കിന്റെ കാര്യം വെച്ചാൽ എന്താ ഫസ്റ്റ് കംപ്രൈസ്ഡ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, വെച്ചാൽ ഗ്രാമസഭ ആസ് ബേസിക് യൂണിറ്റ്, ആ രീതിയിലേക്ക് വരുന്ന ഒരു ചാനൽ ഫസ്റ്റ് വരുന്നത്. പിന്നെ വെച്ചാൽ സെക്കൻഡ് കൺസിസ്റ്റ് ഓഫ് ഗവൺമെന്റ് അപ്പോയിന്റഡ് ഒഫീഷ്യൽസ്, തഹസിൽദാർസ്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്, ആ രീതിയിൽ അത് വരുന്നത്. ഇതിനകത്ത് ഗ്രാമസഭ വരുമ്പോഴെന്താ അധ്യക്ഷത അവിടുത്തെ പീപ്പിൾ തന്നെ എലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നത്. ഓക്കെ, ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടാവുക. പിന്നെ വെച്ചാൽ സെയിം ടൈം ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ ഒരു വെൽഫെയർ സ്കീമും എന്താ റോഡ് ലേയിങ് ആൻഡ് ദ ഇൻസ്റ്റാളേഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മാത്രം കൊണ്ട് ഈ ബെറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. കാരണം വെച്ചാൽ ഇത് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ ഇംപ്രൂവ് ചെയ്യുന്ന ഈസ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യും. പക്ഷേ പ്രശ്നം വെച്ചാൽ എന്താ ഹൗഎവർ ദ ലാർജർ ഇഷ്യൂസ് ആയിട്ടുള്ള ജംഗിൾ സമീൻ വെച്ചാൽ വാട്ടർ, ഫോറസ്റ്റ്, ലാൻഡ്, ഒക്കെ ആ രീതിയിൽ നോക്കുമ്പോഴെന്താ അവിടെയാണ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നുണ്ടാവുക. അവിടെ നമ്മൾ പീപ്പിൾസ് ട്രസ്റ്റ് ഗവൺമെന്റിൽ കൊണ്ടുവരണം, ഏൺ ചെയ്യണം രീതിയിലൂടെ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി വെച്ചാൽ ഇന്ത്യസ് 5th ഷെഡ്യൂൾ ഏരിയ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള അവിടെ റെക്കോർഡ് ഓഫ് പെസ ഇംപ്ലിമെന്റേഷൻ ഹാസ് ബീൻ ഡിസ്മെൽ. ഓക്കെ, നോക്കുമ്പോഴെന്താ ആക്ച്വലി ഈ ഒരു ഇംപ്ലിമെന്റേഷൻ നോക്കുമ്പോൾ ആക്ച്വലി തിയറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ അവിടെ റിയാലിറ്റി നോക്കുമ്പോൾ അത്രയും നന്നായിട്ട് മുമ്പോട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായില്ല. പ്രശ്നങ്ങൾ നിലക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ സിൻസ് ഇംപ്ലിമെന്റേഷൻ വാസ് ലെഫ്റ്റ് ടു സ്റ്റേറ്റ്സ് ഈച്ച് ഇന്റർപ്രറ്റഡ് ആൻഡ് അപ്ലൈഡ് ദ ആക്ട് ഡിഫറെന്റ്ലി. ഓക്കെ, ഓഫൻ അണ്ടർമൈനിങ് ഇറ്റ് സ്പിരിറ്റ് ആൻഡ് ഇന്റന്റ്. ഓക്കെ, ആ രീതിയിൽ കൺസേൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാര്യം വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് വെച്ചാൽ എന്താ എ കേസ് ഇൻ പോയിന്റ് വാസ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ്. ഓക്കെ, 2022 പ്രപ്പോസൽ ടു അമെൻഡ് ദ ആക്ട് ബൈ റീപ്ലേസിങ് കൺസെന്റ് വിത്ത് കൺസൾട്ടേഷൻ. ഓക്കെ, കൺസെന്റ് മാറ്റി കൺസൾട്ടേഷൻ കൊടുക്കുമ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ആക്ച്വലി അവരുടെ ആ ഒരു വീറ്റോ പവർ ഉണ്ടാവില്ല. എന്താ പറയുക, അവർക്ക് സേഫ് ഗാർഡ് ചെയ്യാനുള്ള ആക്ച്വലി വെച്ചാൽ അണ്ടർ ദ ആക്ട് ഗ്രാമസഭ ഈസ് ഗ്രാൻഡ് ഡിസിസീവ് പവേഴ്സ് ടു സേഫ് ഗാർഡ് ആദിവാസി ഐഡന്റിറ്റി, മാനേജ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്, റിസോൾവ് ലോക്കൽ ഡിസ്പ്യൂട്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കസ്റ്റമറി ലോസ്. ഓക്കെ, ആ രീതിയിലുള്ള അവരുടെ കൺസെന്റ്, ആ രീതിയിൽ അവരൊരു റിസോഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു വീറ്റോ പവറിനൊക്കെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് കൺസൾട്ടേഷൻ രീതിയിലേക്ക് പോകുമ്പോൾ എന്താ ആക്ച്വലി ഡൈല്യൂട്ടഡ് ദ ഗ്രാമസഭാസ് വീറ്റോ പവർ ആൻഡ് അണ്ടർമൈൻ ദ എസൻസ് ഓഫ് പെസ ആക്ട്. ഓക്കെ, ആ രീതിയിൽ കൺസേൺ വരുമ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ആക്ച്വലി ആദിവാസി ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഇവിടെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞാൽ എന്താ ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ ഹൗഎവർ ഫോർ പീപ്പിൾ ടു പ്ലേസ് ദർ ട്രസ്റ്റ് ഇൻ ദ ഗവൺമെന്റ് സ്ട്രക്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് മസ്റ്റ് ബി അഡ്രസ്ഡ്. ഓക്കെ, ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രം നമുക്ക് ബെറ്റർ ആയിട്ട് ഇവിടെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നത് മൈൽസ്റ്റോൺ അച്ചീവ്ഡ് എന്താ വെച്ചാൽ മാവോയിസ്റ്റ് ഫ്രീ നമ്മൾ ഡിക്ലെയർ ചെയ്തു ഇന്ത്യ 2026. പിന്നെ എന്താ വെച്ചാൽ 2031 കൂടി എന്താ വെൽഫെയർ ഓഫ് ബസ്തർ ആദിവാസീസ്. ഒക്കെ, ആ രീതിയിലേക്ക് മുമ്പോട്ട് വേണ്ടി പറഞ്ഞു വെക്കുന്നത്. അവരോട് പറഞ്ഞു ഡുവൽ ചാനൽ ഓഫ് ഗവേണൻസ് എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് ചാനലുണ്ട്, ഗ്രാമസഭയാണ് ബേസിക് യൂണിറ്റ് വരുന്നത് അവിടെ പെസ് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെന്താ ബ്യൂറോക്രാറ്റിക് ചാനൽ വരുന്നുണ്ട്, അത് ആക്ച്വലി തഹസിൽദാർ കളക്ടർ കീഴിലാണ് വരുന്നത്. പക്ഷെ പ്രശ്നം വെച്ചാൽ ബ്യൂറോക്രാറ്റിക്കിന്റെ ഡെമോനസ് ഉണ്ടാകുമ്പോൾ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞെന്താ പെസ എംബ്രേറ്റ് വരുമ്പോഴെന്താ വീറ്റോ പവറൊക്കെ അവർ ആക്ച്വലി നോക്കുമ്പോഴൊരു ഗ്രാമസഭയ്ക്ക് ഡിസിഷൻസ് ഉണ്ടാവണം, വീറ്റോ പവർ ഉണ്ടാവണം. ഓക്കെ, പക്ഷേ ഈ ഒരു ഡൈല്യൂഷൻ പോലെ എന്താ ഛത്തീസ്ഗഡിലെ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മളെന്താ റീപ്ലേസ് കൺസെന്റ് വിത്ത് കൺസൾട്ടേഷൻ. ഓക്കെ, അതൊക്കെ വരുമ്പോഴെന്താ അണ്ടർമൈൻ ട്രസ്റ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ആ ഇത് കൺസെന്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വെച്ചാൽ സ്ട്രക്ചറൽ ഇഷ്യൂസ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസും ഒക്കെ ചെയ്യുമ്പോൾ ഈസ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഇവിടെ നമ്മുടെ കോർ കൺസേൺസ് ആയിട്ടുള്ള ജംഗിൾ സമീൻ, വാട്ടർ, ഫോറസ്റ്റ്, ലാൻഡ് ഒക്കെ സ്റ്റിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കൺസേൺ നിലനിൽക്കുന്നുണ്ട് രീതി നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നെ വെച്ചാൽ ട്രസ്റ്റ് ഇംപറേറ്റീവ് ആണ് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ടാക്ടിക്കൽ വിക്ടറി ഓവർ മാവോയിസ്റ്റ് എന്നുള്ളത് ലാസ്റ്റിംഗ് പീസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എന്താ ഒരു ഗവൺമെന്റ് മസ്റ്റ് അപ്ഹോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ആൻഡ് അലോ ആദിവാസീസ് ടു ഡിഫൈൻ ദെയർ ഓൺ മെയിൻ സ്ട്രീം. ഓക്കെ, അപ്പം അവരുടെ മെയിൻ സ്ട്രീം ഡിഫൈൻ ചെയ്യാൻ വെച്ചാൽ ആ രീതിയിൽ അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് അവരെ പാർട്ടിസിപ്പേഷൻ കൂടി എൻഷുർ ചെയ്തുകൊണ്ട് ആ രീതിയിലൊരു മുമ്പോട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വിഷൻ എംപവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതിയിലേക്ക് ഇവിടെ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ആക്ഷൻ വെച്ചാൽ ഒരു ഡാറ്റ പോയിന്റ് പറയുന്നത് എന്താ പറയുന്നത് ഹൗ ഇന്ത്യ സ്കെയിൽ ഇറ്റ് സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി ഫ്രം 2016 to 2025. ഓക്കെ, വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് എക്കണോമി ആക്ച്വലി ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. എന്താ 10 വർഷം മുമ്പ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഗേവ് ദ ക്ലാരിയൻ കോൾ ഡ്യൂറിങ് ദ ഇൻഡിപെൻഡൻസ് ഡേ. ആ സ്പീച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ August 15 പറഞ്ഞ കാര്യമാണ് എന്താ മേക്ക് ഇന്ത്യ നമ്പർ 1 കൺട്രി ഇൻ സ്റ്റാർട്ടപ്സ്. ഓക്കെ, ആ രീതിയിലൊരു കാര്യം നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കുമ്പോൾ വെച്ചാൽ നമ്മളെ കാര്യം പറഞ്ഞാൽ എന്താ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കുറച്ച് കാര്യം പറയുന്നുണ്ട്. 3 ട്രീറ്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓൺ ഇന്നോവേഷൻ,
യൂസ് ഓഫ് ടെക്നോളജി, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആ രീതിയിൽ സ്റ്റാർട്ടപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി പറയുന്നത് എന്താ, ആ ഒരു DPIIT തന്നെ ആക്ച്വലി സ്റ്റാർട്ടർ റെക്കഗ്നൈസിങ് ദാറ്റ് അലൈൻഡ് വിത്ത് ദ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് ആസ് സ്റ്റാർട്ടപ്സ്. ഓക്കെ, DPIIT ആക്ച്വലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഇന്റേണൽ ട്രേഡാണ് വരുന്നത്. ഓക്കെ, അവരാണ് ആക്ച്വലി സ്റ്റാർട്ടപ്പിന്റെ രീതിയിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ആയ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാര്യം. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി 2016 ആകെ 188 സ്റ്റാർട്ടപ്സ് ആണ് ആക്ച്വലി എന്താ അവരൊരു ഫോർമുല എന്താ പറയുക കൺസേൺ റെക്കഗ്നീഷൻ കൊടുത്തിട്ടുണ്ടായത്. ഓക്കെ, വിച്ച് വാസ് ജസ്റ്റ് 3% ഓഫ് ടോട്ടൽ സ്റ്റാർട്ടപ്സ് ഫംഗ്ഷനിങ് ദെൻ. എന്തിനാ വെച്ചാൽ നമ്മുടെ DPIITന്റെ റെക്കഗ്നീഷൻ്റെ കാര്യം പറയുന്നത്, DPIIT റെക്കഗ്നീഷൻ. ഓക്കെ, അപ്പോൾ പിന്നീട് വെച്ചാൽ ആക്ച്വലി കവറേജ് ഹാസ് ഇൻക്രീസ് ടു 77%. ഓക്കെ, 2025 ആ ഇത്രയും രീതിയിലേക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് ആ കാര്യം. പിന്നെന്താ വെച്ചാൽ ഗ്രോയിങ് വില്ലിങ്നെസ് ടു ജോയിൻ ദ ഫോർമൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഹാസ് ബിൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് സക്സസ് ഫോർ ഇന്ത്യ സ്റ്റാർട്ടപ്പ് സ്റ്റോർ. ഓക്കെ, ആ രീതിയിലേക്ക് ഫോർമലൈസേഷൻ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ കുറച്ച് കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റികളിൽ Tier 1, Tier 2 ആ രീതിയിലേക്ക് നോക്കുമ്പോൾ Tier 1, Tier 3 സിറ്റികളിലൊരു ഡിഫറൻസ് പറയുന്നുണ്ട്. വെച്ചാൽ ആ ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്സിൻ്റെ ഒരു ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് പാർട്ടിസിപ്പേഷൻ നോക്കുമ്പോൾ ആ ഡിഫറൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ലൈക്ക് പറയുന്നത് എന്താ, 2016 Tier 1 എന്താ ആകെ ആക്ച്വലി കൗണ്ടിങ് ഫോർ അബൌട്ട് 65% വരുന്നത്. ഓക്കെ, Tier 3 ജസ്റ്റ് എത്രയാ ഓൺലി അബൌട്ട് 15%, 15% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ആക്ച്വലി 2020 ആക്ച്വലി എന്താ ദീസ് ഷെയർസ് ചേഞ്ച് ടു 49%, 27% റെസ്പെക്റ്റീവ്ലി. പക്ഷേ 2025 എത്താ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. Tier 1 സിറ്റീസ് ആക്ച്വലി അക്കൗണ്ട് ജസ്റ്റ് ഫോർ 18%. ഓക്കെ, ന്യൂ സ്റ്റാർട്ടപ്സ് എന്താ. പിന്നെ വേറെ Tier 3 ആണെങ്കിൽ എത്രയാ ആക്ച്വലി മെയ്ഡ് ഫോർ 71%. ഓക്കെ, ആ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി Tier 1, Tier 2, Tier 3 ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ 77% അല്ലേ, അതെ 71% ആ രീതിയിലൊരു ഇത് കാണിക്കുന്നുണ്ട്. ഇതാകെ 15% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ Tier 3 കേസ്. പക്ഷേ എന്താ ഇത്രയും രീതിയിലേക്ക് ഗ്രോത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത് വെച്ചാൽ എന്താ ഇവിടെ പറയുന്നുണ്ട് ലൈക്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ അവർ ഏജ് നോക്കുമ്പോഴെന്താ ലൈക്ക് വുമൺ എംബാർക്ക് ഓൺ ദിയർ ഇൻഡിപെൻഡന്റ് ജേർണി റിലേറ്റീവ്ലി ലേറ്റർ ആൻഡ് ലെതർ പ്രൊമോഷൻ ഇൻക്രീസസ്. ആ ഒരു ഇമ്പോർട്ട് കൂടുന്നിട്ടുണ്ട്, വുമൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. എന്താ വൈൽ വുമൺ അക്കൗണ്ട് ഫോർ അബൌട്ട് 21% ഓഫ് ഫൗണ്ടേഴ്സ് ഇൻ അണ്ടർ 30 ഏജ് ഗ്രൂപ്പ്. പക്ഷേ ലേറ്റർ സ്റ്റേജ് നോക്കുമ്പോൾ എന്താ അക്കൗണ്ട് ഫോർ 33% ഇൻ 50+ ഏജ് ഗ്രൂപ്പ്. ഓക്കെ, നോക്കുമ്പോൾ ആക്ച്വലി എങ്ങനെക്കാട്ടി കുറച്ചും കൂടി മെച്ചുവർ ആയിട്ടുള്ള ഒരു 50 ഏജ് ഗ്രൂപ്പ് ഒക്കെ വരുന്ന കേസിലാണ് ആക്ച്വലി വുമൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വെച്ചാൽ എന്താ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ഓവർ ദ ഇയേഴ്സിലുള്ള ആ ഒരു വുമൻ അല്ലെങ്കിൽ മെൻ്റെ പാർട്ടിസിപ്പേഷനിലെ ഒരു പീരീഡിൽ ആ ഒരു ഗ്രോത്ത് റേറ്റ് ചൂണ്ടിക്കാണിക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് അത് നോക്കുമ്പോൾ വുമൻ ഫൗണ്ടേഴ്സ് ആണ് സ്റ്റുഡ് അറ്റ് 20%. ഓക്കെ, കമ്പയർഡ് വിത്ത് 14% ഫോർ മെൻ. ഓക്കെ, വെച്ചാൽ ആക്ച്വലി കൂടുതൽ വുമൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആ ഗ്രോത്തും കുറച്ചുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ വെച്ചാൽ ഓവർ ദി ഇയേഴ്സ് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വുമൻ ഫൗണ്ടേഴ്സിന്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ എന്താ പറയുന്നുണ്ട് 2016 ആക്ച്വലി നമ്മുടെ സ്റ്റാർട്ടപ്സുകൾ ഇന്ത്യക്ക് 10,000 ഉണ്ടെങ്കിൽ എന്താ അതിനകത്ത് 2,000 മാത്രമാണ് ഫണ്ടഡ് വെഞ്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആ പീരീഡിനകത്ത്. പക്ഷേ 2025 വന്നപ്പോൾ എത്രയാ 250,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സെയിം ടൈം അതിൽ തന്നെ 75,000 ഫണ്ടഡ് ആയിട്ട് വെഞ്ചേഴ്സായി മാറിയിട്ടുണ്ട്. ഓക്കെ, നോക്കുമ്പോൾ വെച്ചാൽ 25 ഫോൾഡിന് എന്താ നമ്മളാ ഒരു നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ സ്റ്റാർട്ടപ്പ് നോക്കുമ്പോൾ പിന്നെന്താ 38 ഫോൾഡ് തന്നെ എത്രയാ കമ്പാരിറ്റീവ്ലി 2016 നോക്കുമ്പോൾ ആക്ച്വലി ഫണ്ടഡിന്റെ കേസ് നോക്കുമ്പോൾ 38 ഫോൾഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എന്താ പോളിസി എൻവയോൺമെന്റ് റോബസ്റ്റ് സ്റ്റാർട്ടപ്പ് ഗ്രോത്ത് ഇതൊക്കെ ഒരു ഇതിലേക്കുള്ള ഒരു റിസൾട്ട് ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് ലൈക്ക് എന്താ ലൈക്ക് 75,000 ഫണ്ട് ഇവിടെ വന്ന കാര്യം, ലാസ്റ്റ് 2,000 ആദ്യം ഉള്ളതെന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വെച്ചാൽ ഇവിടെ ലൈക്ക് ആ ഒരു CAGRന്റെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. മെയിലിൻ്റെ നോക്കുമ്പോഴും ഫീമെയിൽ നോക്കുമ്പോഴും ആക്ച്വലി ഓവർ ദ ഇയേഴ്സ് കൂടുതൽ ഇത് വരുന്നത് ആക്ച്വലി ഫീമെയിലിൻ്റെ കേസാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ ആ ഒരു സ്റ്റാഗ്നന്റ് രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ആ രീതി ഡിഫറൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പോയിന്റ്സ് ഇങ്ങോട്ട് നോക്കാം. എന്താ സ്റ്റാർട്ടപ്പിൻ്റെ സ്കീമുകൾ പറഞ്ഞു എത്ര ടോപ്പ് 4 ആ രീതിയിലേക്ക് ഇന്ത്യ വരുന്നത്. ഓക്കെ, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആക്ച്വലി the decade from 2016 to 2025 has firmly placed India among the top 4 in the League of Startup Nations. ഓക്കെ, ആ രീതിയിൽ അത്ര ഇമ്പോർട്ടൻസ് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഫോർമലൈസേഷൻ രീതിയിലേക്ക് DPIIT റെക്കഗ്നേഷൻ കൂടിയ കാര്യം പറഞ്ഞു. നമ്മളെന്താ പറഞ്ഞത് സ്റ്റാർട്ടപ്പിന് ഗ്രോത്ത് പറഞ്ഞു എത്ര 2.5 ലാഖിലേക്ക് 25 ഫോൾഡ് വന്നതും ഫണ്ടഡിൻ്റെ കേസ് 75K വന്നത് 38 ഫോൾഡ് എത്രയും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ,
ജോഗ്രഫിക്കൽ നോക്കുമ്പോൾ ടയർ 1 ടയർ 3 സിറ്റീസുകളിലേക്കും വന്നിട്ടുണ്ട്. മൈക്രോ ലെവൽ രീതിയിലേക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് സിസ്റ്റർ ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ഡെമോഗ്രഫി നോക്കുമ്പോൾ എത്രയാ, ഈ വുമൻ ഫൗണ്ടേഴ്സിന്റെ എണ്ണം മെജോറിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ വുമൻ ഫൗണ്ടേഴ്സ് നോക്കുമ്പോൾ ആക്ച്വലി കൂടി വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ ആക്ച്വലി നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തതെന്ന് വെച്ചാൽ ആക്ച്വലി GS1 ഹിസ്റ്ററി വരുന്ന കാര്യമാണ്. എന്താ പറയുന്നത്, മൗണ്ട് ബാറ്റൺ പ്ലാൻ അറ്റ് 79 ഹൗ ഇറ്റ് റീഡ്രൂ ദ സബ് കോണ്ടിനെന്റ്. ഓക്കെ, മൗണ്ട് ബാറ്റൺ വെച്ചാൽ ആക്ച്വലി എന്താ നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ഒക്കെ വന്ന സമയത്ത് വന്നൊരു പ്ലാൻ പ്രപ്പോസ് ചെയ്ത ആളാണ് മൗണ്ട് ബാറ്റൺ. ഓക്കെ, ആ സമയത്ത് ലാസ്റ്റ് എന്താ പറയുക ഇൻവിറ്റേഷൻ ആയിട്ടുള്ള ഗവർണർ ജനറൽ ആണ് ആള്, വൈസ്രോയ് ആണ് ആള്. ഓക്കെ, ഇവിടെ പറയുന്നത് ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൺ അറൈവ്ഡ് ഇൻ ഡൽഹി March 22, 1947 to assume office as Viceroy. ഓക്കെ, ഇതാണ് ആള് നമ്മുടെ മൗണ്ട് ബാറ്റൺ. ഓക്കെ, ഇത് നമ്മുടെ നെഹ്റു ജിന്നയൊക്കെ ഇവിടെ നിൽക്കുന്ന ഓക്കെ ആ ഒരു ഹിസ്റ്റോറിക്കൽ പിക്ചറാണ് ഈ കാര്യം എന്നുള്ളത്. ഓക്കെ, June 3 ഡിക്ലറേഷൻ കാര്യമായിട്ടോ പിക്ചർ. പിന്നെന്താ പറയുന്നത്, ഒരുപാട് രീതിയിലേക്ക് ആ സമയത്ത് കൽക്കട്ട കില്ലിങ്സ്, നമ്മുടെ മതത്തിന്റെ ബേസിൽ ഒരുപാട് വയലൻസുകൾ റൈറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ കൺസേൺ ഉണ്ടായ സമയത്താണ് ആക്ച്വലി എന്താ മൗണ്ട് ബാറ്റൺ പറഞ്ഞത്, എന്താ ദ ഐഡിയ ഓഫ് പാകിസ്ഥാൻ ഹാഡ് ബിക്കം അൺഅവോയ്ഡബിൾ. ഓക്കെ, ആ രീതിയിലാണ് ആക്ച്വലി എന്താ അൺവെയിൽ ദ പാർട്ടീഷൻ പ്ലാൻ ഓൺ റീവനിങ് ഓഫ് June 3, 1947. ഓക്കെ, അതുകൊണ്ട് തന്നെ June 3 ഡിക്ലറേഷൻ ഒക്കെ രീതിയിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിക്കി ബേർഡ് പ്ലാൻ, അതുപോലെ ബാൽക്കൺ പ്ലാൻ എന്നൊക്കെ രീതിയിലൊക്കെ ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന രീതിയിൽ June 3 ഡിക്ലറേഷൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെന്താ വെച്ചാൽ പറയുന്നത് വെച്ചാൽ എന്താ ഒരുപാട് രീതിയിലേക്ക് എന്തൊക്കെയാണ് പഞ്ചാബ് സിന്ധ് പ്രവിശ്യ ആ രീതിയിലൊക്കെ എന്തൊക്കെയാണ് ആ ഒരു പ്ലാനിന്റെ പ്രപ്പോഷൻ ഇവിടെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റ് നോക്കാം അത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ മൗണ്ട് ബാറ്റൺ പ്ലാൻ വരുമ്പോൾ ആക്ച്വലി June 30, 1948 പവർ കൊടുക്കുന്ന രീതിയിലേക്കാണ് ആക്ച്വലി പുള്ളി വന്നിട്ടുണ്ടായത്. പക്ഷേ ആക്ച്വലി ഈ ഒരു വയലൻസ് ഒക്കെ ഇതാക്കി കൊണ്ട് തന്നെ ആക്ച്വലി ആ ഒരു ഡേറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് എത്രയാ ട്രാൻസ്ഫർ ഡേറ്റ് അഡ്വാൻസ് ടു August 15, 1947 ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പ്ലാനിന്റെ കാര്യം പറയാം. എന്തൊക്കെ വെച്ചാൽ പഞ്ചാബ് ബംഗാൾ അസംബ്ലീസ് എന്താ പാർട്ടീഷൻ വോട്ട് പാർട്ടീഷനാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ വെച്ചാൽ സിന്ധ് അസംബ്ലി ടു ഡിസൈഡ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഡിസൈഡ് ചെയ്യാം. പിന്നെന്താ റെഫറൻഡംസ് ഇൻ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ട് പ്രൊവിൻസും പിന്നെന്താ സിൽഹെറ്റ് ആസാം റീജിയനിൽ വരുന്ന കാര്യം പറഞ്ഞ റെഫറൻഡം കൊണ്ടുവരുന്ന രീതിയിൽ പറഞ്ഞ ബൗണ്ടറി കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ഇതിനാ ഡിമാർക്കേറ്റ് പഞ്ചാബ് ആൻഡ് ബംഗാൾ ബോർഡേഴ്സ്. ഒക്കെ, ബൗണ്ടറി കമ്മീഷൻ ആക്ച്വലി സിറിൽ റാഡ്ക്ലിഫ് കൊണ്ട് ആൾ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായത്. ഓക്കെ, പിന്നെന്താ വരുന്നത് ഡു ഡൊമിനിയൻസ് എന്താ ലൈക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈച്ച് വിത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ രീതിയിലേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ കാര്യം പറയുന്നത് എന്താ ടു accede to either dominion. ഓക്കെ, ഇതിലേക്ക് പോകാൻ രീതിയിലേക്കാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റുകളുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായത്. പക്ഷേ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ ആക്ച്വലി 563 ഉണ്ടായിരുന്നു. അതിനകത്ത് 560 ആക്ച്വലി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ജുനാഗഡ് ജമ്മു കാശ്മീർ ഹൈദരാബാദിന്റെ ഒരുപാട് രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക നമ്മുടെ ഒരു പല ഇൻസ്ട്രുമെന്റ് അക്സസിഷനും ഒരുപാട് രീതിയിലേക്കുള്ള മിലിറ്ററി ഓപ്പറേഷൻ പോളോ ഒക്കെ കൊണ്ടുവരാൻ ആക്ച്വലി ഈ പല സംസ്ഥാനങ്ങളെയും ഇന്ത്യയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതൊക്കെ അപ്പോൾ മനസ്സിലേക്ക് വെക്കാം. ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി കോൺഗ്രസ് ആക്സെപ്റ്റഡ് പാർട്ടീഷൻ ടു കണ്ടെയ്ൻ വയലൻസ്. ഓക്കെ, ആ രീതിയിൽ ആ വയലൻസ് അത്രയും എന്താ പറയുക ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി കോൺഗ്രസ് ആ രീതിയിൽ ആക്സെപ്റ്റഡ് ചെയ്യുന്നത് പാർട്ടീഷൻ എന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി മുസ്ലിം മെജോറിറ്റി കൂടുതൽ സ്ഥലമാണെങ്കിൽ അവിടെ ആക്ച്വലി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടീഷൻ അനുവദിക്കാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, ആ രീതിയിലാണ് ആക്ച്വലി പാകിസ്ഥാൻ ഉണ്ടായത്. ഓക്കെ, ഇവിടെ പറഞ്ഞത് മുസ്ലിം ലീഗ് നോക്കുമ്പോൾ എന്താ സെക്യൂർഡ് പാകിസ്ഥാൻ. ഓക്കെ, പൊളിറ്റിക്കൽ സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഓക്കെ, 6 ആണ് ഡിമാൻഡ് സേഫ് ഗാർഡ്സ് ഇൻ പഞ്ചാബ് ബൗണ്ടറി റീജിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞ വെച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ എന്താ ഈ ഒരു കാര്യം വന്നപ്പോൾ മൈഗ്രേഷൻ നോട്ട് അഡ്രസ്ഡ്. ഓക്കെ, ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനിനകത്ത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി എന്താ ഈ ലെഡ് ടു മാസീവ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വയലൻസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലാർജസ്റ്റ് വൺ ഓഫ് ദ മൈഗ്രേഷൻ ആയിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് ആക്ച്വലി വെച്ചാൽ എന്താ ഇൻ വീക്സ് ടു കം വയലൻസ് വുഡ് ഇൻഗൾഫ് ലാർജ് പാർട്സ് ഓഫ് സബ് കോണ്ടിനെന്റ് ട്രിഗറിങ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാസ് മൈഗ്രേഷൻസ് ഇൻ ഹിസ്റ്ററി. ഓക്കെ, ആ രീതിയിൽ മുമ്പോട്ട് പോയി. ഓക്കെ, നമ്മൾ നോക്കണ വെച്ചാൽ ഇവിടെ പാർട്ടീഷൻ എന്തൊക്കെയാണ് ഡിക്ലറേഷൻ എന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മനസ്സിലാക്കി വെക്കാം. ആ ആള് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സമയത്ത് ഒരു പിക്ചറാണിത്. ആ June 3 ഡിക്ലറേഷൻ്റെ കാര്യങ്ങളിലെ കാര്യം മനസ്സിലാക്കി വെക്കാം. അടുത്തേക്ക് പോവാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ത്യ മ്യാൻമറിന്റെ കോണ്ടസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇന്ത്യക്ക് അവിടെ മ്യാൻമറിൽ ഒരു എന്താ പറയുക ബെറ്റർ രീതിയിൽ ഷിഫ്റ്റ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ആവശ്യം നിലക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ ചലഞ്ചുകളും കാര്യങ്ങളും സംസാരിച്ച് കഴിഞ്ഞു. നമ്മളെന്താ പറഞ്ഞത് പ്രിസർവിങ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി ആ ഒരു റൈറ്റ് ടു പ്രൈവസിയും സെയിം ടൈം പബ്ലിക് ഇൻട്രസ്റ്റ് ഒരു ഓപ്പൺസ് നോക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഒരു എഡിറ്ററിന്റെ പോയിന്റ് ഓഫ് രീതിയിലേക്ക് ഡിജിറ്റൽ അക്യുറസി എൻഷുർ ചെയ്യേണ്ട കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബേസിക് ഫ്രെയിം വർക്ക് കൊണ്ട് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഇന്ത്യയുടെ
ന്യൂ IIP സീരീസിനകത്തിൽ പുതിയ ബേസിൽ വന്നിട്ടുള്ള ഒരു ന്യൂ IIP നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇൻഡെക്സിൽ വന്ന കാര്യങ്ങൾ അപ്ഡേഷൻ സംസാരിച്ചു കഴിഞ്ഞു. ഒരു ട്രെൻഡ് സംസാരിച്ചു. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ ഈ മാവോയിസം ഇത് ആക്ച്വലി ഫ്രീ നമ്മൾ പറഞ്ഞു March 31st. പക്ഷേ സ്റ്റിൽ ആദിവാസീസ് ട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ എനേബിൾ ചെയ്യേണ്ട ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൺസേൺസ് എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചു. നമ്മൾ എന്താ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ഇന്ത്യ സ്കെയിൽഡ് ഇറ്റ്സ് സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി ഫ്രം 16 to 25. ഓക്കെ, ഏതൊക്കെ റീജിയനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ള Tier 1 to Tier 3 ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. വുമൻ്റെ നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കൂടാതെ എന്താ വെച്ചാൽ ഒരുപാട് രീതിയിലേക്കുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഫണ്ടിനൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ആ മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആ രീതിയിലേക്ക് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ സ്കെയിലബിലിറ്റി ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടപ്പിന്റെ കേസിൽ. ഓക്കെ, സംസാരിച്ചു. പിന്നെ എന്താ വെച്ചാൽ മൗണ്ട് ബാറ്റന്റെ പ്ലാൻ പറഞ്ഞു. ആക്ച്വലി 79 വന്നിട്ടുണ്ട്. ഓക്കെ, ചിലത് 3rd June 1947 ആക്ച്വലി മൗണ്ട് ബാറ്റൻ പ്ലാൻ ആക്ച്വലി ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അന്ന് നോക്കുമ്പോൾ 79th ആനിവേഴ്സറി ആണ് നോക്കുമ്പോൾ നിലനിൽക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഇതെങ്ങനെയാണ് നമ്മുടെ സബ് കോണ്ടിനെന്റിനെ റീഡ്രൂ ചെയ്ത് ആ രീതിയിൽ ഏതൊക്കെ റീജിയനിൽ നമ്മൾ പല രീതിയിലേക്ക് മാറ്റിയത് സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ് അടുത്ത് കാണാം. ഓക്കെ, സോ ബൈ ബൈ.